നമ്മൾ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കേൾക്കും അല്ലേ? എന്നിട്ട് ചേഞ്ച് ആവുന്നില്ല. എന്തുകൊണ്ടാണത്? പലരും പറയാറുണ്ട്, ഞാൻ കുറേ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കേൾക്കും, ആ കേൾക്കുമ്പോൾ മാത്രമേ എനിക്ക് അതുള്ളൂ, അത് 1 മണിക്കൂർ കഴിഞ്ഞാൽ മാറും എന്നുള്ളത്. സത്യമാണ്. നമുക്ക് ചേഞ്ച് വരണമെങ്കിൽ, ട്രാൻസ്ഫോർമേഷൻ വരണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് തീരുമാനിക്കണം അല്ലേ? നമ്മളെന്താണ് മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ കേൾക്കും, ഇനി നാളെ രാവിലെ എഴുന്നേൽക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ. അങ്ങനെ നമ്മൾ നമുക്ക് സെറ്റ് ചെയ്ത് അടിക്കും അല്ലേ? വീണ്ടും വീണ്ടും അടിക്കും. പക്ഷെ നമ്മൾ എഴുന്നേൽക്കില്ല. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ അറിയാൻ എഴുന്നേൽക്കില്ല, ഇത് വെറുതെ വെക്കുകയാണ് ഇവിടെ, എഴുന്നേൽക്കില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഇവിടെ എഴുന്നേൽക്കില്ല, അല്ലെങ്കിൽ ഇവൻ എഴുന്നേൽക്കില്ല എന്നുള്ളത് നമ്മുടെ മനസ്സിനറിയാം. നമ്മൾ അങ്ങനെയാണ് പഠിപ്പിച്ച് വെച്ചിട്ടുള്ളത്. അതായത് നമ്മൾ നിരന്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി അതിനെ മറിച്ച് നമ്മൾ മാറ്റി വരണമെങ്കിൽ നമ്മൾ ഒരു ബോധത്തോടെ ഇടപെടണം. നന്നായിട്ട് ഒരു ബോധത്തോടെ നമ്മൾ ഇടപെട്ട് നമ്മുടെ ആ ഒരു ശീലം, ഇപ്പോൾ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശീലമുണ്ട്, ആ ശീലത്തെ നമ്മൾ ഒരു കൃത്രിമമായിട്ട് നമ്മൾ അതിൽ ഇടപെട്ട് ബോധത്തോടെ ഇടപെട്ടിട്ട് നമ്മൾ അതിനെ ചേഞ്ച് ചെയ്യണം. അങ്ങനെ ചേഞ്ച് ആക്കുമ്പോൾ മാത്രമാണ് നമുക്കതിൽ മാറ്റം വരുള്ളൂ. അതല്ലാതെ നമ്മൾ എഴുന്നേൽക്കണം, മാറണം, ഈ മോട്ടിവേഷൻ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുക മാറണം, യെസ് അല്ലേ, നാളെ മുതൽ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നൊക്കെ കരുതിയിട്ട് കാര്യമില്ല. അതിന് നമ്മൾ പ്രാവർത്തികമാക്കണമെങ്കിൽ നന്നായിട്ട് കോൺഷ്യസ് മൈൻഡിൽ നമ്മളവിടെ ഇടപെടേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അത് മുന്നോട്ട് പോകും. ഒരു 4 ദിവസം നമ്മൾ ചെയ്താലും വീണ്ടും നമ്മൾ പഴയപടിയാവും. കാരണം എന്താ? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മളെങ്ങനെയാണ് എന്നുള്ള ഒരു ബോധം അവിടെ ഉണ്ട്. അതിനനുസരിച്ച് നമ്മളെ കംഫർട്ടാക്കി തീർക്കാനാണ് അത് തീരുമാനിക്കുക. നമ്മൾ എപ്പോഴാണോ ഈ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യുന്നത്, അപ്പോൾ മാത്രമാണ് നമുക്ക് പരിവർത്തനം സംഭവിക്കുന്നത്. അതിന് കുറച്ചൊരു പ്രയാസമുണ്ട്. നമ്മളൊരു എഫേർട്ട് ഇട്ടിട്ട് നമ്മളതിന് തുനിഞ്ഞിറങ്ങണം. അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഒരു 10-21 ദിവസം നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ശീലമാകും. പിന്നീട് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ വരും. ഓക്കെ, താങ്ക് യു.